ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയാണ്. റീസെൻ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മിക്ക ഗവൺമെൻറ് ജോബ് ആപ്ലിക്കേഷനുകളിലും ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. അതായത് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട്, തഹസിൽദാർ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ശേഷം നമുക്കിവിടെ ഈ ഡിസ്ട്രിക്റ്റ് കേരള എന്ന ആ ഒരു വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആ ഒരു പോർട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് സർവീസസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ സർവീസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്കാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും ഇവിടെയുണ്ട്, നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ്. ജസ്റ്റ് ഞാൻ ഇനി ബാക്കിലേക്കൊന്ന് പോവുകയാണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് നൗ എന്ന് കാണാം. അതുകൂടാതെ ടോപ്പ് റൈറ്റിലായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. എനിക്കിവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുകയാണ്. സപ്പോസ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ, ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ വൺസ് അഗൈൻ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഓപ്ഷൻ കാണാം, ഡോണ്ട് യു ഹാവ് ആൻ ഇ ഡിസ്ട്രിക്റ്റ് അക്കൗണ്ട്, ക്രിയേറ്റ് യുവർ അക്കൗണ്ട് ടു ആക്സസ് ഓൾ ഓൺലൈൻ സർവീസസ്. അതിൽ ജസ്റ്റ് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിക്കാനുള്ള ഒരു പോർട്ടൽ യൂസർ എന്ന് പറയുന്ന ആ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തെറ്റുകൂടാതെ അടിച്ചു കൊടുക്കണം. നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡർ, പിന്നെ നമ്മുടെ ഹൗസ് നെയിം, പ്ലേസ്, ലൊക്കാലിറ്റി, ഡിസ്ട്രിക്റ്റ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ. ദെൻ ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ലോഗിൻ നെയിമും പാസ്വേഡും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ നെയിം എന്ന് പറയുന്നത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ആയിരിക്കണം. പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൂടി നിങ്ങളവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ശേഷം തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു പാസ്വേഡ് റിക്കവറി ക്വസ്റ്റ്യനും പാസ്വേഡ് റിക്കവറി ആൻസറും ചോദിച്ചിട്ടുണ്ട്. പാസ്വേഡ് റിക്കവറി ക്വസ്റ്റ്യൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് സ്യൂട്ടായിട്ടുള്ള ഒരു ആൻസറും ആ പാസ്വേഡ് റിക്കവറി ആൻസർ എന്ന് പറയുന്ന ആ പ്ലേസിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ശേഷം തൊട്ട് താഴെയായി പ്ലീസ് വാലിഡേറ്റ് യുവർ ആധാർ നമ്പർ ബിഫോർ രജിസ്റ്ററിങ് ഈ ഡിസ്ട്രിക്റ്റ് എന്ന് കാണാം. അതിന് താഴെയുള്ള ക്യാപ്ച തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ശേഷം താഴെയായി ഒരു ഡിക്ലറേഷൻ കാണാം, അത് വായിച്ച് നോക്കുക. ശേഷം തൊട്ട് താഴെയുള്ള ഐ എഗ്രി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇതുപോലൊരു മെസ്സേജ് വരും, ആധാർ വെരിഫൈഡ് എന്നും പറഞ്ഞ്. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കണം. നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന് മൊബൈൽ OTP മാൻഡേറ്ററി ആയതുകൊണ്ട് തന്നെ എൻ്റർ ദ സെക്യൂരിറ്റി പാസ്വേഡ് റിസീവ്ഡ് ഓൺ യുവർ മൊബൈൽ, അവിടെ നമുക്ക് കിട്ടിയ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ID ചേർക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ID വെരിഫൈ ചെയ്യാവുന്നതാണ്. ശേഷം സൈൻ ഇൻ പോർട്ടലിൽ വന്ന് ലോഗിൻ നെയിം, പാസ്വേഡ്, ക്യാപ്ച എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ നെയിം എന്നത് നിങ്ങളുടെ ഇമെയിൽ ID ആയിരിക്കും. ദെൻ നിങ്ങൾ കൊടുത്ത പാസ്വേഡും ഈ ലോഗിൻ നെയിമും കൃത്യമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് മറന്നു പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ശേഷം നിങ്ങളിവിടെ സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുമായി ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേത് ആപ്ലിക്കേഷനാണോ നമുക്ക് അയക്കേണ്ടത് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ
അയക്കാനായി പോകുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സർട്ടിഫിക്കറ്റിലാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതിനായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായി അവരിവിടെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായി അവർ പറയുന്നുണ്ട്. സെൻട്രൽ എംപ്ലോയ്മെൻറ്റിനോ എഡ്യൂക്കേഷണൽ പർപ്പസസിനോ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നും, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന വില്ലേജിൽ നിന്നായിരിക്കും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസും ഇഷ്യൂ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 5 വർക്കിംഗ് ഡേയ്സ് ആണ്. ഇതിൻ്റെ വാലിഡിറ്റി, അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷത്തേക്കായിരിക്കും. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ അക്ഷയയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ 25 രൂപയാകും. അതല്ല നേരിട്ട് ത്രൂ പോർട്ടലിലൂടെ ആണെങ്കിൽ 15 രൂപയാകും. BPL കാറ്റഗറിയിലാണെങ്കിൽ അക്ഷയയിലൂടെ അയച്ചു കഴിഞ്ഞാലും നമ്മളുടെ പോർട്ടലിലൂടെ അയച്ചു കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടിയുള്ള പോർട്ടൽ ഫീസ് എന്ന് പറയുന്നത് 15 രൂപയായിരിക്കും. ദെൻ പ്രോസസ്സിംഗ് ടൈം ടേക്കൺ, അതായത് കറണ്ട് ഇയർ അപ് ടു ലാസ്റ്റ് മന്ത് വരെയുള്ള പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്, ആവറേജ് ടൈം എന്ന് പറയുന്നത് 6 ദിവസമാണ്. മീഡിയം ടൈം എന്ന് പറയുന്നത് 3 ദിവസം വരെയൊക്കെ ഇതിൻ്റെ ടൈം എടുക്കും. ദെൻ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു സത്യവാങ്മൂലം എഴുതിയിരിക്കണം. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാൽ മതിയാവും. പിന്നീട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ബേസിക് ടാക്സ് റെസീപ്റ്റ് ആണ്. അതായത് നമ്മുടെ കരമടച്ച രസീത് ഉണ്ടായിരിക്കണം. ദെൻ ഇൻകം ടാക്സ് റിട്ടേൺസ്, ദെൻ റേഷൻ കാർഡ്, സാലറി സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, സർവീസ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺസും സാലറി സർട്ടിഫിക്കറ്റും സർവീസ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരുന്നവർക്ക് മാത്രമേ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരികയുള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവർക്ക് അഫിഡവിറ്റ്, ബേസിക് ടാക്സ്, റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നിവ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് എന്തായാലും അപ്ലോഡ് ചെയ്യണം. കൂടാതെ നമ്മുടെ പാരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ എങ്കിൽ അതുകൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓരോ വില്ലേജ് ഓഫീസിനെയും ആശ്രയിച്ചിരിക്കും അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും മാറ്റമുണ്ട്, എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൂടി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ അവർ കോണ്ടാക്റ്റ് ചെയ്യും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അതുമല്ല നിങ്ങൾ അക്ഷയ വഴിയൊക്കെയാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, ഇത് പെൻഡിങ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണും ഒക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സെൽഫായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോർട്ടലിൽ സൈൻ ഇനിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് കാണാനായിട്ട് പറ്റും. അതിൽ എന്തെങ്കിലും പെൻഡിങ് വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ആദ്യം അയച്ചത് ജസ്റ്റ് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നിങ്ങൾ അവിടെ അയക്കേണ്ടി എന്തെങ്കിലും ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ വില്ലേജ് ഓഫീസർ നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യും. അപ്പോഴേക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരോടത് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതുമാണ്. കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതിയതിന് ശേഷം വേണം നിങ്ങളിതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാനായി പോകേണ്ടത്. ദെൻ ഞാനിപ്പോൾ അപ്ലൈ നൗ എന്ന ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ഓപ്പണായി വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പോർട്ടലാണ്. പോർട്ടൽ ആപ്ലിക്കേഷൻ ഫോം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 3 സ്റ്റെപ്പാണ്. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തേത് പേയ്മെൻറ്റ്
അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ പേയ്മെൻറ്റും അടച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് സാധിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പറാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ രജിസ്റ്റർ നമ്പർ അവിടെ വരുന്നതായിരിക്കും. ശേഷം രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് പർപ്പസ് ആണ്. ഞാനിവിടെ കൊടുക്കുന്നത് സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസസിനുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യാനായി പോകുന്നത്. സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസസിനുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നായിരിക്കും. നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ആദ്യം വില്ലേജ് ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും താലൂക്ക് ഓഫീസിലേക്ക് ഇത് അയക്കുന്നത്. സെൻട്രൽ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന ആ ഒരു ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ അക്ഷയയിൽ പോയാണ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് അവരോട് പറയണം ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെന്ന്. ശേഷം നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും അടിച്ചു കൊടുക്കുക. ദെൻ പ്ലേസ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻറ്റിൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ജനിച്ചത് അത് സെലക്ട് ചെയ്യുക. ദെൻ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, നിങ്ങൾ ജനിച്ച ആ ഒരു ഡിസ്ട്രിക്റ്റും താലൂക്കും വില്ലേജും എല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ പാരൻസിൻ്റെത് കൂടി ചോദിക്കുന്നുണ്ട്. അത് മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ശേഷം നിങ്ങളുടെ പാരൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനും നിങ്ങൾ ആൻസർ കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് പ്രോപ്പർട്ടി ഓണേഴ്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഭൂമിയുണ്ട്, മറ്റ് പ്രോപ്പർട്ടിയുടെയൊക്കെ ഓണേഴ്സ് ആണ് എങ്കിൽ അത് യെസ് കൊടുക്കുക, അതല്ല എങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ പ്രോപ്പർട്ടി ഓണേഴ്സ് ആണ് എന്നാണ് നിങ്ങൾ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. തൊട്ട് താഴെയുള്ള അതർ ഇൻകം ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം എനി അതർ റിമാർക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും താഴെയായിട്ട് ആപ്ലിക്കൻ്റ് നെയിമും റിലേഷനും നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സെൽഫ് എന്ന് നമ്മൾ കൊടുത്ത ഡേറ്റാസ് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. അതിനായി സേവ് ആൻഡ് ഫോർവേഡ് എന്ന് കാണുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. യുവർ ആപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി, അറ്റാച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ദെൻ മേക്ക് പേയ്മെൻറ്റ് എന്ന ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് നമുക്കിവിടെ കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യുക എന്നതാണ്. നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റിലുള്ളതായിരിക്കണം. 100 KB ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മളുടെ റേഷൻ കാർഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഷൻ കാർഡിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് PDF ആക്കി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ് റെഫറൻസ് നമ്പർ കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു നമ്പറും അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റും ഇൻകം ടാക്സ് റിട്ടേൺ, സർവീസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉള്ളവർ മാത്രം അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഉള്ളവർ ബാക്കി ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സിനെല്ലാം നേരെ ചൂസ് ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ PDF അതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ചെയ്യാവുന്നതുമാണ്. ഞാൻ ഓൾറെഡി ഇതിക്ക് മുമ്പും ആപ്ലിക്കേഷൻസ് അയച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റും അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞാൽ താഴെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ്, ദെൻ നമ്മുടെ കരം തീർത്ത റെസിപ്റ്റ് ഉണ്ട്, അഫിഡവിറ്റ് ഉണ്ട്, ദെൻ എനി റിലവൻറ്റ് ഡോക്യുമെൻറ്റ് സർട്ടിഫൈയിങ് കാസ്റ്റ്. ആ ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ പാരൻറ്റിൻ്റെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഓരോ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യുക. ദെൻ ഏറ്റവും താഴെയായി പ്രീവിയസ് നെക്സ്റ്റ് എന്ന് പറയുന്ന 2 ബോക്സ് കാണാം. അതിൽ നെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
ചെയ്യുമ്പോഴേക്കും നമ്മൾ അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ രജിസ്റ്റർ നമ്പറും സർട്ടിഫിക്കറ്റ് ടൈപ്പും ടോട്ടൽ എമൗണ്ട് ടു ബി പെയ്ഡ്, എത്ര രൂപ നമ്മൾ ഇതിന് പേയ്മെൻറ്റ് ചെയ്യണമെന്നും കൊടുത്തിട്ടുണ്ട്. 15 രൂപയാണ് നമ്മളുടെ ഒരു പേയ്മെൻറ്റ്. അതായത് BPL കാറ്റഗറിയിലുള്ളവർക്കൊക്കെ 15 റുപ്പീസേ ആകുന്നുള്ളൂ. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് ആ ഒരു പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക, അതിലൂടെ പേയ്മെൻറ്റ് ചെയ്യുക. ഈ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെസ്സേജ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. അപ്പോൾ പ്ലീസ് വെയിറ്റ് കണക്റ്റിംഗ് ടു പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം ചിലപ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്ക് റിട്ടേൺ ചെയ്ത് വരാനായിട്ട് സാധിക്കത്തില്ല. ഇൻ കേസ് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ വെരിഫൈ ആയോ എന്നറിയുന്നതിന് വേണ്ടി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മെനുവിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെന്നാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ഡെബിറ്റ് ആയിട്ടും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ അത് കാണിക്കുന്നില്ല എങ്കിൽ ആ ഒരു എമൗണ്ട് 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് അത് ഉപയോഗിക്കാം. QR കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യാം. ദെൻ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് UPI ആണ്. ഞാനിവിടെ ഇപ്പോൾ UPI ആണ് യൂസ് ചെയ്യുന്നത്. പേ ബൈ എനി UPI ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. UPI ID ഉണ്ട്. ഞാൻ UPI ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മുടെ ആ ഒരു UPI ആപ്പിലേക്ക് ഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ദെൻ അവിടെ വെച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം വീണ്ടും നിങ്ങൾ തിരിച്ച് ആ ഒരു പേജിലേക്ക് വന്നില്ല എങ്കിൽ വൺസ് അഗെയിൻ ഒന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കുക. ദെൻ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.